സാമുവേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം. ആമ്നോനും താമാറും. ദാവീദിൻ്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. ദാവീദിൻ്റെ മറ്റൊരു മകനായ ആമ്നോൻ അവളെ കാംക്ഷിച്ചു. കന്യയായ അവളെ സമീപിക്കുക അസാധ്യമാണെന്ന് കരുതിയതിനാൽ അവളെ പ്രതി രോഗാതുരനായി തീർന്നു. ആമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. ദാവീദിൻ്റെ സഹോദരൻ ഷിമോയായുടെ മകൻ. അവൻ ഒരു വലിയ സൂത്രശാലിയായിരുന്നു. അവൻ ആമ്നോനോട് ചോദിച്ചു, അല്ലയോ രാജകുമാര, നീ ഓരോ ദിവസവും ദുഃഖാർത്തനായി കാണപ്പെടുന്നത്? നിന്റെ സഹോദരൻ അബ്സലോമിൻ്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു. ആമ്നോൻ മറുപടി പറഞ്ഞു, യോനാദാബ് ഉപദേശിച്ചു, രോഗം നടിച്ച് കിടക്കുക. നിന്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ നിന്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ. അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുക അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ അവനോട് പറയുക. അങ്ങനെ ആമ്നോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു, എൻ്റെ സഹോദരി താമാർ വന്ന് എൻ്റെ മുൻപിൽ തന്നെ അപ്പമുണ്ടാക്കി അവൾ തന്നെ എനിക്ക് വിളമ്പി തരട്ടെ. അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമാറിൻ്റെ അടുക്കൽ ആളയച്ച് പറഞ്ഞു, നിൻ്റെ സഹോദരൻ ആമ്നോൻ്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ താമാർ തൻ്റെ സഹോദരൻ ആമ്നോൻ്റെ വീട്ടിൽ ചെന്ന് അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് കുഴച്ച് അവൻ കാണുകെ അടയി ചുട്ടു. അവൾ അത് വറചട്ടിയിൽ നിന്നെടുത്ത് അവന് കൊടുത്തു. എന്നാൽ അവൻ ഭക്ഷിച്ചില്ല. എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക ആമ്നോൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും പുറത്തുപോയി. അപ്പോൾ ആമ്നോൻ താമാറിനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക. താമാർ ആടയെടുത്ത് തൻ്റെ സഹോദരനായ ആമ്നോൻ്റെ മുറിയിൽ ചെന്ന് അവൾ ആരും അതും കൊണ്ട് അടുത്ത് ചെന്നപ്പോൾ അവൻ അവളെ കടന്നു പിടിച്ച്, സഹോദരി, എൻ്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു. ഇല്ല സഹോദര, എന്നെ അപമാനിക്കരുതേ. ഇസ്രായേലിൽ നിഷിദ്ധമല്ലേ, വഷളത്വം പ്രവർത്തിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും? ഇസ്രായേലിൽ നിനക്ക് ദുഷ്കീർത്തി വരുമല്ലോ. ദയവായി രാജാവിനോട് അപേക്ഷിക്കുക, അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും. അവൾ ഭക്ഷണം അവൾ കേണപേക്ഷിച്ചു. അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല. ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു. പിന്നെ ആമ്നോൻ അവളെ അത്യധികം വെറുത്തു. അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു. എഴുന്നേറ്റ് പോവുക. ആമ്നോനോട് പറഞ്ഞു, ഇല്ല സഹോദര, നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അവൾ പറഞ്ഞു. എങ്കിലും അവൻ അത് ശ്രദ്ധിച്ചില്ല. തൻ്റെ ദാസനെ വിളിച്ച് അവൻ പറഞ്ഞു, ഇവിടെ എൻ്റെ മുമ്പിൽ നിന്ന് പുറത്തേക്ക് ആക്കി വാതിലടയ്ക്കുക. താമാർ ധരിച്ചിരുന്നത് അവിവാഹിതരായ രാജകുമാരിമാർക്ക് ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു. ഭൃത്യൻ അവളെ പുറത്താക്കി വാതിലടച്ചു. താമാർ തലയിൽ ചാരൻ പൂശി വിതറി താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിച്ചു കൊണ്ടുപോയി. സഹോദരനായ അബ്സലോം അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ആമ്നോൻ നിന്റെ കൂടെയായിരുന്നുവോ? ആകട്ടെ സഹോദരി, സമാധാനമായിരിക്കുക. അവൻ നിന്റെ സഹോദരനാണല്ലോ, നീ ദുഃഖിക്കരുത്. ഇങ്ങനെ താമാർ സഹോദരനായ അബ്സലോമിൻ്റെ ഭവനത്തിൽ ദുഃഖിക്കുകയും ഏകാഗിയായി കഴിഞ്ഞു. ദാവീദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യധികം കോപിച്ചു. അബ്സലോമിനെ ആമ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല. തൻ്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു. അബ്സലോമിൻ്റെ പ്രതികാരം. 2 വർഷം കഴിഞ്ഞ് അബ്സലോമിന് എഫ്രായിം പട്ടണത്തിലായിരുന്നു ബെൽഹാസൂറിൽ വെച്ച് ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവം ഉണ്ടായിരുന്നു. രാജകുമാരന്മാരെല്ലാം അവൻ ക്ഷണിച്ചു. അബ്സലോം രാജസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, തിരുമേനി, നിന്റെ ആടുകളുടെ രോമം കത്തിരിക്കുകയാണ്. അങ്ങ്
സേവകരുമൊത്ത് വിരുന്നാഘോഷത്തിൽ സംബന്ധിക്കണം. അല്ല മകനെ, ഞങ്ങളെല്ലാവരും വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. രാജാവ് മറുപടി പറഞ്ഞു. അബ്സലോം നിർബന്ധിച്ചെങ്കിലും രാജാവ് പോകാതെ അവന് മംഗളം നേർന്നു. അപ്പോൾ അബ്സലോം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരൻ ആമ്നോൻ വരാൻ അനുവദിക്കണമേ. അവൻ പോരുന്നത് എന്തിന്? രാജാവ് ചോദിച്ചു. എന്നാൽ അബ്സലോം നിർബന്ധിച്ചപ്പോൾ ആമ്നോനും മറ്റ് രാജകുമാരന്മാരും പോകാൻ രാജാവ് അനുവദിച്ചു. അബ്സലോം ദാസന്മാർക്ക് നിർദ്ദേശം നൽകി, ആമ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനാകുമ്പോൾ അവനെ വെട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ അവനെ കൊന്നുകളയണം. ഭയപ്പെടേണ്ട, ഞാനല്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അബ്സലോം കൽപ്പിച്ചതുപോലെ ഭൃത്യന്മാർ ആമ്നോനെ കൊന്നു. രാജകുമാരന്മാർ കോവർക്കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി. അവർ കൊട്ടാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അബ്സലോം അവരെയെല്ലാം കൊന്നും ആരും ശേഷിച്ചില്ല എന്നൊരു വാർത്ത ദാവീദിൻ്റെ ചെവിയിലെത്തി. രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി തറയിൽ കിടന്നു. കൂടെയുണ്ടായിരുന്ന ഭൃത്യന്മാരും വസ്ത്രം കീറി. എന്നാൽ ദാവീദിൻ്റെ സഹോദരൻ ഷിമിയായുടെ മകൻ യോനാദാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും കൊന്നു എന്ന് ധരിക്കരുത്. ആമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. എൻ്റെ സഹോദരി താമാറിനെ ആമ്നോൻ അപമാനിച്ചപ്പോൾ മുതൽ ഇത് ചെയ്യാൻ അബ്സലോം ഉറച്ചു നിന്നു എന്ന് വ്യക്തം. അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കരുത്. ആമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അബ്സലോം ഓടിപ്പോയി. അതിനിടെ വലിയൊരു ജനക്കൂട്ടം ഹെറോണിൽ നിന്നുള്ള പാത വഴി മലയിറങ്ങി വരുന്ന കാവൽഭടന്മാർ ഒരുവൻ കണ്ടു. അവൻ രാജാവിനെ അറിയിച്ചു. അപ്പോൾ യോനാദാബ് രാജാവിനോട് പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞതുപോലെ രാജകുമാരന്മാർ വരുന്നു. അവൻ ഇത് പറഞ്ഞു തീർന്നയുടനെ രാജകുമാരന്മാർ അടുത്തെത്തി ഉറക്കെ നിലവിളിച്ചു. രാജാവും ഭൃത്യന്മാരും അതീവ ദുഃഖത്തോടെ കരഞ്ഞു. അബ്സലോം ഓടി അമ്മേഹൂദിൻ്റെ മകൻ ഗബൂർ രാജാവായ തൽമായുടെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ അമ്നോനോടത്ത് ദാവീദ് വളരെ കാലം ദുഃഖിച്ചു. ഷൂറിലേക്ക് ഓടിപ്പോയി അബ്സലോം അവിടെ 3 വർഷം താമസിച്ചു. അമ്നോൻ്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അബ്സലോമിനെ കാണാൻ ദാവീദ് അതിയായി ആഗ്രഹിച്ചു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.